എന്തായാലും വിധിദിനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക. ആര് ജയിക്കും, ആര് മുഖ്യമന്ത്രിയാകും, ഈ കൗതുകങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുകയാണ്. ലാൽ, നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് പല KSRTC സ്റ്റാൻഡുകളിലും പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗം പാർട്ടികളോട് പൂർണ്ണ അനുഭാവികളായിട്ടുള്ളവരാണ്. അവർ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ NDA അവർക്ക് സീറ്റ് ലഭിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ മറ്റൊരു വിഭാഗം, വലിയൊരു വിഭാഗം നിഷ്പക്ഷ വോട്ടേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് ആര് ഭരിച്ചാലും വേണ്ടിയില്ല, കാര്യങ്ങൾ നന്നായി നടക്കണം. എന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ 10 വർഷം ഇവർ ഭരിച്ചില്ലേ, അവരൊന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ ഇലക്ഷന് ശേഷം ഈ ജനങ്ങളുടെ മനസ്സിലിരിപ്പിൽ എന്ത് മാറ്റമുണ്ടായി നമുക്ക് നോക്കിയാലോ? KSRTC ബസ് സ്റ്റാൻഡിൽ കാണുന്നവർ എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായം എന്ന് ലാലൊന്ന് ചോദിക്കുമോ? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും നമ്മൾ നഗരത്തിലുള്ള ആളുകളോട് ചോദിക്കാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നഗരത്തിൽ പൊതുവെ തിരക്ക് വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു ക്ഷാമമുണ്ട്. പിന്നെ KSRTC സ്റ്റാൻഡിലേക്ക് കയറുന്നതിന് അവിടെ നിന്നുള്ളതിന് പെർമിഷൻ അടക്കമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും പുറത്തുള്ള കുറേ ആളുകളോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, വോട്ട് ചെയ്തിരുന്നു ചേട്ടാ? എന്താ, നാളെ റിസൾട്ട് വരുവാണല്ലോ, എന്താ ഒരു പ്രതീക്ഷ? LDF വരും. എല്ലാം ശരിയാവും? എല്ലാം ശരിയാവും. 10 വർഷം പിന്നീട് തുടർ ഭരണം കൂടിയാണ് പ്രതീക്ഷ? പിന്നെ അല്ലാണ്ട് ഉറപ്പാണ്. അടി ഉറച്ച് LDF വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ചേട്ടാ, ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ. അതെന്നാ പറ്റിയേ? ഒന്നും പറയാൻ പറ്റില്ല. നാളത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളായിട്ട് എന്ത് പറയാനും. നല്ലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹം ഉണ്ടാവുന്നൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആര് ഭരിച്ചാലും നമ്മൾ പണിയെടുക്കുക, നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എന്തെന്ന് പറയാനാ? ആര് ഭരിച്ചാലും നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം. വോട്ട് ചെയ്തിരുന്നോ? വോട്ട് ചെയ്തില്ല. ചെയ്തില്ല? ആണ് വോട്ട് ചെയ്യാൻ? എന്തിനാ വോട്ട് ചെയ്യണത്? ആദ്യം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം, അത്രേ ഉള്ളൂ. ചേട്ടൻ ജനാധിപത്യത്തിന്റെ ആ വലിയ പ്രക്രിയയുടെ ഭാഗമാകാതെ നിന്നൊരാൾ കൂടിയാണ്. അപ്പം പിന്നെ ചേട്ടനോട് നമ്മൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ, വോട്ട് ചെയ്തോ? എങ്ങനെ, എന്നെ പ്രതീക്ഷ എങ്ങനെയാണ്? നാളെ റിസൾട്ട് വരുവാണോ? നാളെ റിസൾട്ട് LDF ജയിക്കും. 100%. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇവിടെ മൊത്തം ഒരു LDF തരംഗമാണെന്ന് തോന്നുന്നു. ചോദിക്കുന്നവരെല്ലാം അങ്ങനെയാ. ചേട്ടാ, വോട്ട് ചെയ്തിരുന്നു? ചേട്ടാ, എനിക്കിവിടെ വോട്ടില്ല. എവിടെയാ വോട്ട്? എനിക്ക് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ വോട്ട്? ഓ, അപ്പൊ പിന്നെ ഈ ഇവിടുത്തെ ഇലക്ഷന്റെ കോലാഹലങ്ങളൊക്കെ കണ്ടിരുന്നു? കണ്ടിരുന്നു. പ്രത്യേകിച്ചൊന്നും തോന്നല്ലേ, അല്ല ആസ്യൂഷ്വൽ. അപ്പൊ ഇവിടെ എവിടെയാ? ഇവിടെ ഞാൻ ജനിച്ച കോഴിക്കോടാണ്. ജനിച്ചു വളർന്ന കോഴിക്കോടാണ്. സെറ്റിലും മഹാരാഷ്ട്രയിലാണ്. ഇവിടെ ഒരു അപ്പൊ ജനിച്ചു വളർന്ന നാടാണല്ലോ. അപ്പൊ എന്താണ് കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നു? മാറ്റം ഉണ്ടാകും. നാളത്തെ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവണം എന്നാണ് എൻ്റെ തീരുമാനം, എൻ്റെ ഒരു അഭിപ്രായം. അതെ, നാളെ ഉണ്ടാവില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, എല്ലാ പ്രാവശ്യവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഈ പ്രാവശ്യം നമ്മൾ 10 വർഷമായി, ഇനി മാറണം തീർച്ചയായും. ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരും കാണാനില്ലാത്തൊരവസ്ഥ കൂടെ പോയി. ഇന്ന് 2-3 പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാര്യം കേരളത്തിലാണെങ്കിലും ഇതിനകത്ത് മലയാളി അല്ലാത്ത ആൾക്കാരാണെന്ന്. ഇപ്പോൾ ചേട്ടൻ കാര്യം കോഴിക്കോടുകാരനാണെങ്കിലും ചേട്ടൻ്റെ വോട്ട് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞ പോലെ പല നാടുകളിലുണ്ട്. ചേട്ടാ, വോട്ട് ചെയ്തിരുന്നു? ഇല്ല, വോട്ട് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. ലിസ്റ്റിൽ പേരില്ലാതെയാണോ? ലിസ്റ്റിൽ പേരില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. LDF വീണ്ടും കയറുമെന്നായിരിക്കാം പ്രതീക്ഷ. പ്രതീക്ഷ എന്തെങ്കിലും കാരണമുണ്ടോ? എന്നാൽ പ്രത്യേകിച്ച് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അതന്നെ കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ കണ്ടുമുട്ടിയതിൽ ഏറെക്കുറെ ആളുകളെല്ലാവരും LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അത് കാരണം ഉറച്ച LDF പ്രതീക്ഷകളുള്ള ആളുകളാണ് ഇവിടെ ഏറിയ പങ്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഈ പ്രദേശത്ത് ആരെയും കാണാനില്ലാത്തൊരു പ്രശ്നം കൂടി ഞാൻ കാണുന്നുണ്ട്. അപ്പുറത്ത് KSRTC ആണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ പോകുന്നുണ്ട്. ഏതെങ്കിലും വിധേന പിടിക്കാൻ പറ്റുമെന്ന്. ചേച്ചി വോട്ട് ചെയ്തിരുന്നു? എങ്ങനെ പ്രതീക്ഷ? എങ്ങനെയാ? LDF ജയിക്കുന്നതാണ് പ്രതീക്ഷ. അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ഒരുമിച്ച് വന്നതാ. LDF ജയിക്കുന്നതന്നെയാണ് പ്രതീക്ഷ. നല്ല ഭരണമായിരുന്നു. 10 വർഷത്തെ ഭരണം അടിപൊളിയായിരുന്നു. LDF ജയിക്കും. നമ്മൾ സർവേ എടുത്ത പോലെയാണ്. കാണുന്നവരെല്ലാവരും LDF ജയിക്കും എന്ന് ഉറച്ചു പറയുന്നവരാണ്.
എന്നാണെങ്കിലും എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് നമുക്ക് ഇപ്പൊ കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് ഈ ഭാഗത്ത് നമുക്ക് കണ്ടുമുട്ടിയ ആൾക്കാരെല്ലാവരും സ്ത്രീകൾ വരുമ്പോ അതിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ മുഖം പൊത്തി മൈക്കിൽ നിന്ന് ഓടി മാറാൻ ശ്രമിച്ചപ്പോൾ ചേട്ടാ ഞാൻ പറയാം എന്ന് പറഞ്ഞു വന്ന ആ 2 കുട്ടികൾക്ക് ഒരു കുതിരപ്പവൻ നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ആ സാധാരണക്കാരനായ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പലരും നമ്മളോടും പറഞ്ഞ അഭിപ്രായം അതാണ്, ആര് വന്നാലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായമുള്ള ജനാധിപത്യ വിശ്വാസികളിൽ നിന്നാണ് ലാൽകൃഷ്ണൻ എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.